പ്രിയമുള്ള കലാസ്നേഹികളെ, ഒന്നാം വാർഡ് അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന ബൈബിൾ നാടകം ആദാമിന്റെ സന്തതികൾ. ഏദൻ തോട്ടത്തിലെ ഒരു സുപ്രഭാതം. ഇത് ആപ്പിൾ കഴിച്ചതിന് ശേഷമാണോ അതോ അതിനു മുൻപുള്ളത്? ഒന്ന് പോടാ, ഫസ്റ്റ് സീൻ തന്നെ ഫുള്ളായിട്ടൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ബൈബിൾ നാടകം, ബൈബിൾ നാടകം. അയ്യോ, മാറിപ്പോയി. അതെ, ആയിരിക്കുന്ന പിശാചിനെ ഞാൻ ഇന്നലെ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. ആളുടെ റീൽസ് ഒക്കെ സൂപ്പറാണ്. നിന്നോട് കണ്ട അലവനാദികളൊന്നും സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയായിരുന്നു കേട്ടോ. ഞാൻ ഒരു രഹസ്യം പറയാൻ വന്നതാ. രഹസ്യമോ? എന്ത് രഹസ്യം? നിങ്ങളിത് കാണുക. ഈ ഏദൻ തോട്ടത്തിൽ wildest tree is called the വിലക്കപ്പെട്ട ട്രീ. ഈ പറുദീസായിൽ എന്തുകൊണ്ടാണ് ഈ ആപ്പിന് വിലക്കപ്പെട്ട ആപ്പ് എന്ന വിളിപ്പേര് ചാർത്തപ്പെട്ടത്? ഈ കാറി കൂവുന്നതാണോടാ നിന്റെ രഹസ്യം? നീ ആരാടാ? ഇവിടുത്തെ ഷൈബുദാന്ന് പറഞ്ഞ? എന്നാലേ ശരിക്കുമുള്ള രഹസ്യം എന്താണെന്നോ? ഇങ്ങ അയ്യോ, സോഷ്യൽ മീഡിയ മരത്തിലെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുതെന്നല്ലേ ദൈവം പറഞ്ഞിരിക്കുന്നത്? ഓ പിന്നെ, ഒരെണ്ണമൊക്കെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ചെയ്യാം. ഇത് കൊള്ളാം. നമുക്കൊരു റീൽ എടുത്താലോ? ആ ഫോണിങ്ങത്താ, ഞാൻ വീഡിയോ എടുത്തു തരാം. പുതിയ ജന്മം ഇതാണു പറുദീസ. അയ്യോ, ദൈവം വരുന്നു. അയ്യോ വന്നേ, നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. ശേഷം ചരിത്രം. തന്റെ വാക്കനുസരിക്കാത്ത ആദത്തെയും ഹവ്വയെയും ദൈവം ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. പ്രിയപ്പെട്ട കുഞ്ഞാടുകളെ, ഇന്നു വൈകുന്നേരം 6 മണിക്ക് യൂദായിലെ ഗോദയിൽ നമ്മുടെ ആദാമിന്റെ പിൻതലമുറക്കാരൻ, ഇസ്രായേലിന്റെ പൊന്നോമന പുത്രൻ, ജസ്സയുടെ ചുണക്കുട്ടൻ ദാവീദ്, ഫിലിസ്തീനയുടെ ഫയൽവാൻ കാലമാടൻ ഗോലിയാത്തുമായി ഏറ്റുമുട്ടുന്നു. ഏവരും അത് കാണുവാനായി എത്തിച്ചേരേണ്ടതാണ്.
കഴിയില്ല. Nimda Zingenim Simba Simba report. കർത്താവേ, ഈ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ഒരു ഐഡിയ. മെഷീൻ ഗൺ സൂപ്പർ, തോക്ക് കിടു, ഗദ പൊളി, പക്ഷേ പൈസ ഇല്ല. അമ്പും വില്ലും ഇലേരിയച്ചു വേണ്ട, മതി കവണ മതി. നീ തീർന്നടാ, തീർന്നു. നാടിനാകെ കാവലാകും വീരൻ മണ്ണിൽ ഇറങ്ങി കണ്ണിൽ പറന്ന് കാക്കും കാക്കൂരുന്നായി കൂട്ടമോടെ കേട്ടു നിന്ന്. കാലചക്രം ഉരുണ്ടുരുണ്ട് ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത് ഹെറോദേസിന്റെ കൊട്ടാരത്തിലാണ്. ഇന്നവിടെ ഹെറോദേസിന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ്. പക്ഷേ ഹെറോദേസ് ആകെ അസ്വസ്ഥനാണ്. എന്താ ബർത്ത്ഡേ ആയിട്ട് ഒരു സന്തോഷമില്ലാത്തേ? നമ്മുടെ വാട്സാപ്പ് ചാറ്റ് ലീക്കായെന്ന് തോന്നുന്നു. അതെങ്ങനെ സംഭവിച്ചു? എനിക്കറിയില്ല, പക്ഷേ ഇതൊന്നും ശരിയല്ലെന്ന് സ്നാപകൻ എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. എങ്ങനെയും ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. അതെന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് നല്ല ഫോളോവേഴ്സ് ഉണ്ട്. വലിയ രാജാവാണ് രാജാവ്. തിണങ്ങാതെ ഹെറോദിയ, സലോമിയും കൂട്ടരും ഇപ്പോൾ എത്തും. కోకా కడితే కొరకొరమంటూ చూస్తారు, పొట్టి పొట్టి కౌని వేస్తే పట్టి పట్టి చూస్తారు. కోకా కాదు కౌను కాదు, కట్టులోన ఏముంది, ఈ కళ్ళల్లోనే అంతా ఉంది. మీ మగ బుద్ధి వంకర బుద్ధి. అంటవా అమ్మవా, అంటవా అమ్మవా, అంటవా అమ్మవా, అంటవా అమ్మవా. తెల్లగుంటే ఒకడు తల్లా కిందులవుతాడు, నల్లగుంటే ఒకడు అల్లారల్లరి చేస్తాడు. తెలుపు నలుపు కాదు, మీకు రంగుతో పని ఏముంది, సందు దొరికిందంటే చాలు మీ మగ బుద్ధే వంకర బుద్ధి. అంటావా అమ్మవా, అంటావా అమ్మవా, అంటావా అమ్మవా, అంటావా అమ్మవా. മനോഹരം, അതിമനോഹരം. എന്താണ് സലോമിക്ക് വേണ്ടത്? എന്തും ചോദിച്ചോളൂ. എനിക്ക് സ്നാപകന്റെ തല വേണം. കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. നാടിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹെറോദേസിന്റെ പിറന്നാൾ ആഘോഷത്തിനിടയിൽ നടന്ന സ്നാപകന്റെ കൊലപാതക വാർത്തയാണ് നാടിനെയും നാട്ടുകാരെയും ഞെട്ടിച്ചിരിക്കുന്നത്. കൊട്ടാരവളപ്പിൽ നിന്നും ഫിൽസി വിശദാംശങ്ങളുമായി ചേരുന്നു. ഫിൽസി, എന്താണ് അവിടെ സംഭവിച്ചത്? തോമസ്, ഇവിടെ ശരിക്കും സംഭവിച്ചത്? ഫിൽസി പറയൂ, ആരുടെ കർത്തവ്യമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്? തോമസ്, ഇവിടെ സംശയത്തിന്റെ കുന്തമനയിൽ. ഫിൽസി, നമുക്ക് സമയം തീരെയില്ല. ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്?
ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. കുരിശിലേക്ക് നമുക്ക് പിന്നീട് തിരിച്ചു വരാം. വെട്ടുകളിയും കാട്ടുതീനും മാത്രം കഴിച്ച് മരുഭൂമിയിൽ താമസിച്ചിരുന്ന സ്നാപകൻ എങ്ങനെ കൊട്ടാരത്തിലെ ബർത്ത്ഡേ പാർട്ടിക്ക് എത്തി? കേക്ക് കട്ട് ചെയ്ത് കത്തിയിൽ പുരണ്ടിരിക്കുന്ന ചോരക്കറ ആരുടേതാണ്? 2.5 കിലോ കൊണ്ടുവരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ഹെറോദസ് എവിടെ നിന്ന് വാങ്ങി? കുഴപ്പിക്കുന്ന പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ന്യൂസ് അവറിൽ ഇനി ഒരു ഇടവേള. ചുങ്കം പിരിവിൽ 50 വർഷത്തെ പാരമ്പര്യമുള്ള ജെറിക്കോ പട്ടണത്തിലെ വിശ്വസ്ത സ്ഥാപനം ചുങ്കം ഫിനാൻസിയേഴ്സ്. പ്രൊപ്രൈറ്റർ സിക്കമോർ സഖ്യൂസ്. ചുങ്കം പെരിക്കൽ, വഴിയാധാരമാക്കൽ എന്നീ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച് സഖ്യൂസ് നേരിട്ട് നടത്തുന്ന സ്ഥാപനം ചുങ്കം ഫിനാൻസിയേഴ്സ്. ചുങ്കം, കപ്പം ഉത്തരവാദിത്വത്തോടെ പിരിച്ചു കൊടുക്കുന്ന ജെറിക്കോയിലെ ഏക സ്ഥാപനം ചുങ്കം ഫിനാൻസിയേഴ്സ്. ശവക്കോട്ട പാലത്തിന് സമീപം ജെറിക്കോ. അക്ക, നിങ്ങളാ ഹെറോദസിന്റെ കൊട്ടാരത്തിലെ പുകിലുകളെല്ലാം അറിഞ്ഞ? എന്തിനു പറയാൻ, സ്നാപകന് മുട്ടും പണി തന്നെയല്ല കിട്ടിയത്. ലവള് പണ്ടേ പോക്ക് ദിവസം ഞാൻ നിരൂപിച്ചായിരുന്നു. തള്ളേ, ഷോപ്പിലെ തലക്കറികൾ കൊണ്ടുവരണവനൊക്കല്ലേ ആ പയ്യന്റെ തല കൊണ്ടുവന്നത്? അതൊക്കെ എന്താ റെഡി അവനോട് ഇത്ര കലിപ്പ്? എന്തിനു പറയാൻ, ഓരോ കണ്ണും തിരിവുകള്. ചേച്ചി എണ്ണ ഓർഡർ ചെയ്തില്ലേ? ഈ പച്ച കന്യകമ്മ ഇപ്പോഴുള്ള പള്ളിയില് എവിടെ വെച്ചല്ല 10 കന്യകമാര്? ആറെണ്ണ ഒപ്പിച്ച പാട് കണ്ട പെറ്റ തള്ള സഹിക്കില്ല. ചേച്ചി, ഞാൻ വേണമെങ്കിൽ ബംഗാളിൽ നിന്ന് 4 കന്യകമാരെ കൊണ്ടുവരാം. അലമ്പ് പയല് തന്നെ. ഇനിയിപ്പൊ ബംഗാളിൽ കൂടെ ചെല്ലക്കിളികളോട് വരാത്തതിന്റെ കുറവാണ്. അയ്യോടി, ചെക്കനിങ്ങെത്തി. കുറച്ചെണ്ണം ഞങ്ങൾക്കും കൂടി ഇങ്ങെടുത്താണ്. എന്തിരടി നീ എണ്ണകളും പറ്റൂല്ലാണ്ട് ഇങ്ങോട്ട് വന്നത്? നീപ്പോ എണ്ണയില്ലാണ്ട് കളിച്ചാണ്. വാ, എല്ലാരും വരും, ഡാൻസ് കളിച്ചിട്ട് പോവാം. കാണാൻ എന്നിട്ട് കല്യാണം ഉള്ളതാ. കാലം മാറി, കാനായിലെ വീടും മാറി. എന്നാൽ കല്യാണ വീട്ടിലെ പ്രശ്നങ്ങൾ മാത്രം തീരുന്നില്ല. കർത്താവേ, നിങ്ങൾ കാർത്താണി. സാധനം തീർന്നിരിക്കുമ്പോഴാണോടാ മരുമോനെ നീ ഇവിടെ ഡാൻസ് കളിച്ച് മറിയുന്നത്? ഉള്ള നേരത്ത് നീ ആ കർത്താവിനെ വിളിച്ച് വീഞ്ഞു തീർന്നു പോയ കാര്യം പറ. ശരി ശരി, ഇപ്പൊ വിളിക്കാം. നീ കർത്താവിനെ വിളിച്ചേ. എവിടെ തന്നെ ഞാൻ ചോദിച്ചേ? കർത്താവേ, ഇത് കാനായിലെ കല്യാണ വീട്ടിൽ നിന്നാട്ടോ. കാനായിൽ നിന്നോ? വീഞ്ഞു തീർന്നെന്ന് മാത്രം പറയരുത്. ഇത്തവണയും കൂടി ഒന്ന് ഒരു കൂടി മെഴുകുതിരി എത്തിച്ചേക്കാം. എടി, 2 പറ. 2. ശരി, ഞാൻ വന്നേക്കാം.
അഫ്നാഷിലെ യുവാക്കളോട് ഭരണികൾ റെഡിയാക്കി വെക്കാൻ പറയൂ. ശരി കർത്താവേ. ഭരണികളെല്ലാം നിറച്ചല്ലോ അല്ലേ? വക്കോളം നിറച്ച് കർത്താവേ. Yo soy Pablo Emilio Escobar Gaviria. Plata o plomo. Plata o plomo. Plata o plomo. Plata o plomo. അപ്പൊ എല്ലാം സെറ്റായോ? നിങ്ങൾ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യമാണ്. ഞാൻ കണ്ടില്ല കേട്ടോ, പക്ഷെ എനിക്ക് ഭയങ്കര വിശ്വാസം അതാണ് എന്റെ മെയിൻ. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാൻ പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. എന്താ ഒരു ബഹളം? ഇതെന്താ ചന്തയാണോ? ആരാ മനസ്സിലായില്ലല്ലോ. ഇങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തിയാണോ പള്ളിയിൽ വരുന്നത്? പ്രസംഗത്തിനിടയ്ക്ക് കണ്ടില്ലല്ലോ. അത് പിന്നെ ഞാൻ. എന്നാൽ പറ, ഏതായിരുന്നു ഇന്നത്തെ സുവിശേഷ വായന? സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. അത് യോഹന്നാൻ 6:51. കഴിഞ്ഞ ആഴ്ചത്തെ വായന. ഇന്നത്തെ വായന ഏതെന്നാണ് ഞാൻ ചോദിച്ചത്. എന്താ അച്ഛനും ഈശോയും തമ്മിലൊരു കാര്യം പറിച്ച്? ഈശോയോ? ഓ അല്ല, നീ പറഞ്ഞിട്ട് വേണം ഈശോയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ. ഞാൻ ഈശോയോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുമായിരുന്നു. എന്റെ ഈശോയെ, ഈ പ്രസംഗത്തിലൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൂട്ടായ്മയുടെ ശക്തി ഇതേപോലെയുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളിലാണ്. ഈശോ വന്നതല്ലേ, നമുക്കെല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാം. അത് ശരിയാ. എന്നാ എല്ലാരും വിളിക്കേ, എല്ലാരും വാ. Amigo.